നമസ്കാരം. പ്രധാന വാർത്തകൾ. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.എ. സമദ്. പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു. തമിഴ്നാട് സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത്. ഒറ്റപ്പാലം തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയത് ചോദ്യം ചെയ്തതിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. സാമൂഹ്യ സേവനത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ യങ് ഇന്ത്യ യൂത്ത് സംഗമങ്ങൾ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം സംഗമം സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തീരമണഞ്ഞ ആദ്യ ചരക്ക് കപ്പലിൽ ഒറ്റപ്പാലം വാണിയംകുളം സ്വദേശിയായ മലയാളി ജീവനക്കാരനും അഭിമാനം പങ്കിട്ട് പ്രജീഷിന്റെ കുടുംബം. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. പെരിന്തൽമണ്ണയിൽ ജോയിന്റ് RTOയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മാറിയവരെ സ്ഥാനാർത്ഥികളായി LDFും BJPയും രംഗത്തിറക്കി. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.A. സമദ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനു കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും M.A. സമദ് പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M.A. സമദ്. പിണറായിയെ CPM-കാർക്ക് ഭയമുണ്ടാകാം. പിണറായിയെ കാണുമ്പോ CPM-കാര് കവർത്ത് മറന്നേക്കാം. പക്ഷെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാത്രം ഭീരുക്കളല്ല മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിനിമം ഒരു കാര്യം, നിങ്ങളുടെ ക്ലിപ്പ് ഹൗസിലെ പശുവിനുള്ള രക്ഷയെങ്കിലും സുരക്ഷിതത്വമെങ്കിലും സൗകര്യമെങ്കിലും കേരളത്തിലെ മനുഷ്യർക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഭക്ഷ്യമന്ത്രി പറയുന്നു സപ്ലൈകോയിൽ സാധനങ്ങളുണ്ട് എന്ന്. എന്നാൽ സപ്ലൈകോയിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നു, അവിടെ സാധനങ്ങളില്ല. റേഷൻ കടകളിൽ സാധാരണ മനുഷ്യർക്ക് അഭയകേന്ദ്രമാണ്, അവിടെ നേരെ ചൊവ്വേ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. സാങ്കേതിക തകരാറ് മൂലം ദിവസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത ദുരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കാണ് സുഖമെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിന്റെ തണലിൽ വിലസുന്ന മാഫിയകൾക്കും സംഘങ്ങൾക്കും മാത്രമാണ് കേരളത്തിൽ ഇപ്പോ രക്ഷയുള്ളത്. കുട്ടികൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്ക് രക്ഷയില്ല. ഇന്നലെ നിയമസഭയിൽ KK രമ കൊണ്ടുവന്ന ഒരു സബ്മിഷൻ പോലും കേൾക്കാനുള്ള മറുപടി പറയാനുള്ള മനസ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ചില്ല. മേലെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്ന് മാർച്ച് ആരംഭിച്ചത് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. ഇസ്മായിൽ വെളിയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CS സാജിദ്, PT മുഹമ്മദ് മാസ്റ്റർ, E മുസ്തഫ മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാം തടം, K റഷീദ്, KM മുജീബുദ്ദീൻ, PM സൈഫുദ്ദീൻ, K ഹംസ, AKM ഹനീഫ, TP ഹസൻ, ഷബീർ തോട്ടത്തിൽ, PKM ഷഫീഖ് പുഴയ്ക്കൽ, ഷിഹാബ് കരിമ്പുള്ളി, VK ജാസിർ, മൻസൂർ പാലത്തിങ്ങൽ, VP ഇസ്ഹാൻ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു. തമിഴ്നാട് കരൂർ സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത്. ഗുരുതരാവസ്ഥയിലായ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് താഴെ വെച്ച് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ സമയത്തായിരുന്നു ആക്രമണം. വാണിയംകുളം ചന്തയിൽ കന്നുകാലി വ്യാപാരത്തിനെത്താറുള്ള
തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ 40-കാരനായ പത്മനാഭനാണ് വെട്ടും കുത്തുമേറ്റത്. ഇയാളുടെ കയ്യിലുള്ള പണത്തിനു വേണ്ടിയാണ് ആക്രമണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പാലത്തിന് താഴെ 300 മീറ്റർ അകലെ കുളിക്കാനെത്തിയ ഇയാളെ കത്തി ഉപയോഗിച്ചാണ് ആക്രമിച്ചിട്ടുള്ളത്. ഈ സമയം ഈ ഭാഗത്ത് ആരുമുണ്ടായിരുന്നില്ല. തലയ്ക്ക് വെട്ടേൽക്കുകയും മുതുകിലും കഴുത്തിലും കുത്തേറ്റ പത്മനാഭൻ ഒറ്റയ്ക്ക് റെയിൽവേ പാളത്തിന് സമീപത്തുള്ള കള്ളുഷാപ്പിന് സമീപത്തെത്തി വീഴുകയായിരുന്നു. ഇയാൾ നിലവിളിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ ആക്രി കച്ചവടക്കാരനാണ് സഹായിച്ചത്. ഇയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് തട്ടിയെടുത്തെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണം നടത്തിയതിന് പിന്നാലെ 2 പേർ ഈ ഭാഗത്തു നിന്ന് ഓടിപ്പോയത് കണ്ടെന്നാണ് മൊഴി. കുളിക്കാനായിട്ട് രാവിലെ 7:30 വരുമ്പോഴേക്കും ഈ വെട്ടുകൊണ്ട ആള് ഇവിടുന്ന് രക്തത്തിൽ കുളിച്ച് വരണം. വന്ന കണ്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ 2 പേര് വെട്ടിയാണെന്ന് പറഞ്ഞു. എൻ്റെ ബാഗും പൈസ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് അവിടെ ചെന്ന് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഞാൻ ഫോൺ ഉപയോഗിക്കാത്തതാണ്, ഫോണില്ല. അങ്ങനെ അവിടെ സ്റ്റാഫിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്ന് ആളെ കൊണ്ടുപോയി. ആ സാക്ഷി എല്ലാവരും കണ്ടില്ല. ഞാനിങ്ങനെ പിള്ളേർ കാറി കൊണ്ടുപോകുന്ന 2 പേര് 2 ആൾക്കാർ കാറി പോകണതുകൊണ്ടാണ് നോക്കണം. സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ 2 പേര് ഓടിപ്പോകുന്നു. പക്ഷെ ആളെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. കാരണം ഞാൻ 100 മീറ്റർ അകലെ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആളെ കണ്ടില്ല. 2 പേര് കാറി പോകുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ അവർ പോയതിന് ശേഷം വരുമ്പോഴാണ് ഈ ആൾ ബ്ലഡിൽ കുളിച്ച് വരുന്നത്. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എത്തി ആദ്യം ഇയാളെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും പോലീസിന്റെ സാങ്കേതിക വിഭാഗവും പരിശോധന നടത്തി. തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങളെ ഇടിക്കട്ട കൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. തൃക്കടീരി സ്വദേശികളായ രാധാകൃഷ്ണൻ എന്ന കത്തിരാധ, നിഖിൽ, സൗരത്ത്, വിഷ്ണു മുരളി എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. സാമ്പത്തിക ഇടപാടിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് സഹോദരങ്ങളായ എരിക്കുംപുറം വീട്ടിൽ സതീഷ് കുമാർ, സന്ദീപ് എന്ന സുകുമാരൻ എന്നിവർക്ക് ഇടിക്കട്ട ഉപയോഗിച്ചുള്ള അക്രമത്തിൽ പരിക്കേറ്റത്. കേസിലെ മുഖ്യപ്രതിയായ കത്തിരാധ എന്നറിയപ്പെടുന്ന കീഴൂർ മനപ്പടി സ്വദേശി ഇരഞ്ഞിക്കളം വീട്ടിൽ 37 വയസ്സുകാരനായ രാധാകൃഷ്ണന് സുകുമാരൻ പണം കൊടുത്തിരുന്നു. ഇതു തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും ഫോണിൽ വിളിച്ച് പരസ്പരം തർക്കമുണ്ടായിരുന്നു. തുടർന്ന് സഹോദരൻ സതീഷ് കുമാറിനൊപ്പം വന്ന സുകുമാരനെ രാധാകൃഷ്ണനും സുഹൃത്തുക്കളും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. സംഭവത്തിൽ സുകുമാരന് നെറ്റിയിലും കഴുത്തിലും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇടിക്കട്ട ഉപയോഗിച്ചുള്ള അക്രമത്തിൽ നെറ്റിയിലെ എല്ലിനും പൊട്ടലുണ്ട്. സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ കത്തിരാധ ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃക്കടീരി മേലൂർ ചെമ്പൻകുന്നത്ത് വീട്ടിൽ 24 വയസ്സുള്ള സൗരത്ത്, കീഴൂർ മനപ്പടി കരിയാട്ടിൽ വീട്ടിൽ 18 വയസ്സുകാരൻ നിഖിൽ, കീഴൂർ മനപ്പടി പുളയ്ക്കൽ 21-കാരനായ വിഷ്ണു മുരളി എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണനെതിരെ കൊലപാതകം, വധശ്രമം, മോഷണം, പിടിച്ചുപറി തുടങ്ങി 12 കേസുകൾ നിലവിലുള്ളതായും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചെറുപ്പുളശ്ശേരി പോലീസ് അറിയിച്ചു. കുട്ടികൾക്ക് കഞ്ചാവ് വിൽക്കുന്നത് ചോദ്യം ചെയ്തയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും. കൊല്ലങ്കോട് ചിക്കണാമ്പടി തെക്കേവാടി മൊയ്തീനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2020 കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വടക്കേ ഗ്രാമം പരിസരത്താണ് സംഭവം. പ്രദേശത്തെ കുട്ടികൾക്ക് കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയ മൊയ്തീനെ ഗോവിന്ദാപുരം ചെമ്മണ്ണാമ്പതി വടക്കേ ഗ്രാമത്തിലെ പാർത്ഥിപൻ ചോദ്യം ചെയ്തിരുന്നു. ഇതിലുള്ള വിരോധം വെച്ച് വടിവാൾ കൊണ്ട് പാർത്ഥിപനെ മൊയ്തീൻ ആക്രമിച്ചു. മാരകായുധം കൊണ്ടുള്ള 12 വലിവെട്ടുകൾ ഉണ്ടായിരുന്നു. വധശ്രമത്തിന് 10 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും, മാരകായുധം കൊണ്ട് ആക്രമിച്ചതിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, തടഞ്ഞു നിർത്തിയതിന് 1 മാസം തടവുമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. കുട്ടികൾക്ക് കഞ്ചാവ് നൽകുകയെന്ന സാമൂഹിക വിപത്ത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അക്രമം നടത്തിയ പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് ജഡ്ജി ഉത്തരവിൽ പറഞ്ഞു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി. ഈ കേസ് അന്ന് രജിസ്റ്റർ ചെയ്തത് ആലത്തൂർ അന്നത്തെ കൊല്ലങ്കോട് പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. ഈ കേസിലെ അന്വേഷണം നടത്തിയത് അന്ന് ആലത്തൂർ സബ് ഡിവിഷനാണ് ഈ കൊല്ലങ്കോടൊക്കെ. അപ്പോൾ ആലത്തൂർ DYSP KM ദേവസ്യാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കേസിൽ ഇന്ന് കോടതി പ്രതിയെ 307 IPC പ്രകാരവും
341 IPC പ്രകാരവും 324 IPC പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കേസിലെ കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കേസിലെ പ്രതി ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് കഞ്ചാവ് വിൽക്കുകയാണ്. അപ്പൊ കുട്ടികൾക്ക് എന്തിനാണ് കഞ്ചാവ് വിൽക്കുന്നത് എന്ന് സംഗതി ഈ കേസിലെ പരിക്ക് പറ്റിയ ആൾ ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിലാണ് പ്രതി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത്. ഈ കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, മാരകമായ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ച് 12 വലിയ മുറിവുകളാണ് ഈ ഒന്നാം സാക്ഷിയുടെ ദേഹത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഈ കേസിലെ പ്രധാന മോട്ടീവ് ഒരു കഞ്ചാവ് കുട്ടികൾക്ക് വിൽക്കുന്നതിനെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് പ്രതി പ്രകാരം ചെയ്തത്. അപ്പൊ കോടതി ഇതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇത് ഇത്രമാത്രം ഈ ഹീനമായ ഒരു വെട്ടിപ്പരിക്കേൽപ്പിക്കലിലാണ് അവസാനിച്ചത്. അപ്പോ യാതൊരു ദയാദാക്ഷിണ്യം ഈ പ്രതി അർഹിക്കുന്നില്ല എന്നാണ് കോടതി ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ 307 IPC പ്രകാരം പ്രതിക്ക് 10 വർഷം കഠിന തടവും 70,000 രൂപ പിഴയുമാണ് വിധിച്ചത്. അതുപോലെ 324 IPC പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാമൂഹിക സേവന രംഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജീവമാകണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചു വരുന്ന യങ് ഇന്ത്യ യൂത്ത് പ്രതിനിധി സംഗമങ്ങളുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും യുവാക്കളെ സാമൂഹിക സേവന രംഗങ്ങളിൽ സജീവമാക്കുന്നതിന്റെയും ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം യങ് ഇന്ത്യ യൂത്ത് പ്രതിനിധി സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല സംഗമം സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുദുർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി, OG ജനീഷ്, ജനറൽ സെക്രട്ടറിമാരായ രാഹുൽ വെച്ചിയോട്, ആസാദ് തമ്പനാങ്ങാടി, ഉമറലി കരേക്കാട്, സെക്രട്ടറിമാരായ CS സൂരജ്, സഫീർ ജാൻ, അനീഷ് കരുളായി, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിശ്വനാഥ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അൻവർ നെച്ചിയിൽ, നൂറുദ്ദീൻ ഓണപ്പുട എന്നിവർ സംസാരിച്ചു. വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിൽ മലയാളി ജീവനക്കാരനും പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് ആദ്യം തീരം തൊട്ട സാൻ ഫെർണാണ്ടോ കപ്പലിലെ ഏക മലയാളി ജീവനക്കാരൻ. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന ദൗത്യം നിറവേറുമ്പോൾ പാലക്കാട് വാണിയംകുളം സ്വദേശിയായ പ്രജീഷിന്റെ കുടുംബം ഇരട്ടി സന്തോഷത്തിലാണ്. ലോകശ്രദ്ധ നേടി വിഴിഞ്ഞം തീരം തൊട്ട ആദ്യ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകൻ ഉണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിന്റെ രക്ഷിതാക്കൾ. ജൂലൈ 2 ചൈനയിലെ സിയാമെൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത്. 38 വയസ്സുകാരനായ പ്രജീഷ് 10 വർഷങ്ങൾക്കു മുൻപാണ് കപ്പലിലെ ജോലിയിൽ പ്രവേശിച്ചത്. പ്രജീഷ് അടക്കം 5 ഇന്ത്യക്കാരും 17 വിദേശികളും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. കേരളത്തിന്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. എൻ്റെ മകൻ 10 വർഷമായിട്ട് മർച്ചന്റ് നേവിയിൽ ഉദ്യോഗാർത്ഥിയാണ്. ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ ചൈനയിൽ നിന്നും സിയാമൻ എന്ന കപ്പലിൽ സിയാമൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ കപ്പലിൽ എൻ്റെ മകനും കൂടി ഉണ്ടായിരുന്നതിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കാളിയായതിന് ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ മകൻ 10 വർഷമായിട്ട് മർച്ചന്റ് നേവിയുടെ ഉദ്യോഗാർത്ഥിയാണ്. ഇപ്പോൾ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി വന്നതിൽ എൻ്റെ മകൻ അതിൽ പങ്കാളിയായതിന് ഞാൻ അഭിമാനിക്കുന്നു. വാണിയംകുളം അങ്ങാടിയിൽ അജീഷ് നിവാസിൽ ഗോവിന്ദരാജിന്റെയും ശശിപ്രഭയുടെയും മകനായ പ്രജീഷ് പോളിടെക്നിക് പഠനത്തിനു ശേഷം മറൈൻ ഷിപ്പ് കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള സൗകര്യമൊരുക്കിയത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം 3 കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ
മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം തികയുന്നതിന് മുൻപാണ് ഈ അപൂർവ നിമിഷത്തിന്റെ ഭാഗമാകാൻ പ്രജീഷിന് കഴിഞ്ഞതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഭാര്യ ശരണ്യയും മകൻ വിഹാനും അടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം ഈ ആഹ്ലാദ നിമിഷം പങ്കിടുകയാണ്. പെരിന്തൽമണ്ണ താലൂക്കിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെയും ബസ് ഉടമകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. പെരിന്തൽമണ്ണ ജോയിന്റ് RTOയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് നൽകുന്നത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഉദ്യോഗസ്ഥരും ബസ് ഉടമകളും ബസ് തൊഴിലാളികളും ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത്. താലൂക്ക് പരിധിയിലെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, ബസ് ഉടമകൾ, ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ജോയിന്റ് RTO M രമേശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മിനിമം ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം. അതിന് പകരമായിട്ട് 5 രൂപ മാത്രമേ സ്വീകരിക്കുള്ളൂ. 5 രൂപയിൽ കുറഞ്ഞ ചാർജ് കൊടുത്ത കുട്ടികളെയൊക്കെ വഴിയിലിറക്കി വിടുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് കുട്ടികളെ ലൈൻ നിർത്തുക. ലൈൻ നിർത്തിയതിന് ശേഷം കുട്ടികളെ 4-5 കുട്ടികളെ മാത്രം ബസ്സിലേക്ക് കയറ്റുക. അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കളക്ടറുടെ മീറ്റിങ്ങിൽ വന്ന ഓരോ തീരുമാനങ്ങൾ ഞാൻ പറയാം. പ്രായപരിധി 27 വയസ്സായിട്ടുണ്ട്. അവധിക്കാലത്തും ഒഴിവു ദിനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൺസെഷൻ നിർബന്ധമായും അനുവദിക്കണമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൺസെഷൻ കാർഡിന് അപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപേക്ഷയോടൊപ്പം 200 രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലവും സമർപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി തിരക്ക് ഒഴിവാക്കുന്നതിനും ഉള്ള ചർച്ചകൾ PTA കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ട് അത് തീരുമാനം എടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താതെ പോകുന്ന പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും അമിത ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം ബസ് ജീവനക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും 5 വിദ്യാർത്ഥികളെ മാത്രം കയറ്റാവൂ എന്ന പരാതി ചൈൽഡ് ഹെൽപ്പ് ലൈൻ മറ്റ് പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പോലീസും മോട്ടോർ വാഹനവും സംയുക്തമായിട്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അംഗീകൃത കോഴ്സുകളും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം കൺസെഷൻ കാർഡ് അനുവദിച്ചാൽ മതിയെന്നാണ് യോഗം തീരുമാനം. പോലീസ് സബ് ഇൻസ്പെക്ടർ CJ ബാബുരാജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M മയിൽരാജ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ച് SFI ഏരിയ സെക്രട്ടറി ഗോകുൽ ഏലംകുളം, KSU ജില്ലാ ജനറൽ സെക്രട്ടറി ജിതേഷ് പുളിക്കത്തോടി, MSF മണ്ഡലം പ്രസിഡന്റ് ആദിൽ ഇടുവമ്മൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം നിർബന്ധമായി ഉറപ്പാക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് പക്കീസ കുഞ്ഞിപ്പ, ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനിൽ കുറുപ്പത്ത്, NTC മജീദ്, ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ സിനിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അല്ലാത്തവർ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് ബസ്സുകളിൽ കയറുന്നുണ്ടെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പരാതിപ്പെട്ടു. ബസ്സുകളിൽ കയറി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ പോകുന്നതെന്നും ബസ് ഉടമകൾ പറഞ്ഞു. അർഹതപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും യാത്രാ ഇളവ് അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കുട്ടികൾക്കും കൂടി അവരും പോളിയിലോ ചിലപ്പോൾ IT ഒന്നും കിട്ടാത്ത മാർക്ക് കുറഞ്ഞ കുറേ കുട്ടികൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അവർക്കും ജീവിക്കണം, നല്ല ടെക്നോളജി പഠിച്ച് ജീവിക്കുന്ന വേണം. അപ്പം അതിനുള്ളൊരു അവസരം ഞങ്ങളുടെ കോളേജിനും കൂടി തരണം എന്നാണ് സാറിൻ്റെ അടുത്ത് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നത്. അത് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ പ്രകാരം ഞങ്ങൾ സൈൻ ചെയ്യുന്ന കാർഡ് ബസ് ഓണേഴ്സ് സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ക്യാഷ് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ജോയിന്റ് RTOയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. RTO അത് പരിശോധിച്ച് സാറ് പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ അഡ്മിഷൻ റോൾ പ്രകാരം അഡ്മിഷൻ്റെ ഓരോ കുട്ടികളും എൻട്രി ചെയ്ത ആ ലിസ്റ്റ് ആദ്യം സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. സാറ് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ടാണ് കാർഡ് തരുന്നതും ആ കാർഡ് പിന്നീട് ഞങ്ങൾ വീണ്ടും ഇവിടെ കൊടുക്കുന്ന കുട്ടികളുടെ ബാക്കി ഡീറ്റെയിൽസ് വെച്ച് കൊടുക്കുന്നു. അത് നിലവിൽ അത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നും ഇല്ല. എനിക്ക് 2-3 കാര്യങ്ങളിൽ മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത്. ഈ കാര്യങ്ങളൊന്ന് സാറ് വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ ആ മുമ്പത്തെ പ്രോസസ്സ് പോലെ ആ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞിരുന്നു. ഇതേസമയം കൺസെഷൻ ID കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നും അർഹരല്ലാത്ത ആർക്കും യാത്രാ നിരക്കിൽ ഇളവ് അനുവദിക്കാനാവില്ലെന്നും ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികൾ വ്യക്തമാക്കി. SSLC കഴിഞ്ഞാൽ
10ാം ക്ലാസ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിനുള്ള സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ പാരലൽ കോളേജുകൾ നിർബന്ധമാണ്. പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തരുത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞു എല്ലാവർക്കും കൺസെഷൻ കൊടുക്കണമെന്ന്. ഇല്ല, കൺസെഷൻ കൊടുക്കാൻ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളും പറഞ്ഞാലുള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ബസ് നടത്തുന്നുണ്ട്. ഈ ബസ് നടത്തുമ്പോൾ ഞങ്ങൾ പെർമിറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ബസ് നടത്താൻ പറ്റുമോ? ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ബസ് നടത്താൻ പറ്റുമോ? ടാക്സ് അടക്കാതെ ഞങ്ങൾക്ക് ബസ് നടത്താൻ പറ്റുമോ? എന്നാൽ ഞങ്ങൾക്ക് ആ ബസ് വാങ്ങിക്കൊണ്ട് റോട്ടിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൂടി. എന്നാൽ പിന്നെ ഒരു ടാക്സും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു ഉറുപ്പി നഷ്ടപ്പെടില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കോളേജിൽ ഈ ആൾക്കാരെയൊക്കെ ഒന്ന് ഈ പൈസ വാങ്ങിയിട്ട്. അപ്പോൾ എന്തിനും ഒരു നിയമമുണ്ട്. പാരലൽ കോളേജിൽ നിന്ന് കൊടുക്കുന്ന കാർഡുകൾ ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ കാർഡ് നിങ്ങൾ തിരിച്ചു വാങ്ങുന്നില്ല. ആ കാർഡ് പിന്നെ ഈ കുട്ടി ഉപയോഗിക്കുകയാണ്. ആ കുട്ടി പിന്നെ അതുകൊണ്ടാണ് വിരുന്നു പോകുന്നത്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് ആനമങ്ങാട്ടേക്ക് പോകേണ്ട, കോളേജിലേക്ക് പോകേണ്ട കുട്ടിക്ക് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് വെട്ടത്തൂർക്കാവുള്ളൂ. അങ്ങനത്തെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ കാർഡ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇടവേള. വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് തച്ചമ്പാറ പഞ്ചായത്തിലെ 5ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മാറിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി BJPയും LDFും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 4ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന PR സന്തോഷാണ് ഇടത് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത്. 4ാം വാർഡിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും കഴിഞ്ഞ ദിവസം അംഗത്വം രാജിവെക്കുകയും ചെയ്ത ജോർജ് തച്ചമ്പാറയാണ് BJP സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ നൌഷാദ് ബാബുവും പത്രിക നൽകി. 5ാം വാർഡായ മുണ്ടമ്പലം വാർഡിലെ CPM അംഗമായിരുന്ന ജോസ് മരിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂലൈ 30 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതിയായിരുന്നു വ്യാഴാഴ്ച. BJPയുടെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറ്റം പഞ്ചായത്തിൽ ചർച്ചയാണ്. ഇതാണ് UDF പ്രധാനമായും പ്രചാരണ വിഷയമാക്കുന്നതും. 5ാം വാർഡിൽ നിന്ന് LDF അംഗമായി വിജയിച്ച CPIയിലെ ജോർജ് തച്ചമ്പാറ ജൂലൈ 4-നാണ് അംഗത്വം രാജിവെച്ച് BJPയിൽ ചേർന്നത്. നിലവിൽ ഇടതുമുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടതുപക്ഷത്തെ ഒരംഗത്തിൻ്റെ മരണവും ജോർജിൻ്റെ രാജിയും 16-അംഗ ഭരണസമിതിയിൽ ഇടതുമുന്നണിയുടെ അംഗസംഖ്യ 8-ൽ നിന്ന് 6-ആയി കുറച്ചു. നിലവിൽ UDFന് 7 അംഗങ്ങളുണ്ട്. മുണ്ടമ്പലം വാർഡിൽ UDF വിജയിച്ചാൽ ഭരണം മറിയും. ഇടതുമുന്നണി വിജയിച്ചാൽ ഇരുമുന്നണികൾക്കും തുല്യ അംഗബലമാകും. ജോർജ് രാജിവെച്ച 4ാം വാർഡിൽ കൂടിയും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. മുണ്ടമ്പലം വാർഡിലെ വോട്ടർമാരിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി നൌഷാദ് ബാബു പറഞ്ഞു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നിലവിലുള്ള ഒരു മെമ്പർ ആകസ്മികമായി മരണപ്പെട്ടതുമൂലം ഇപ്രാവശ്യം ഈ മാസം ജൂലൈ മാസം 30-ാം തീയതി ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇന്ന് UDFൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്തിലെ ഭരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രചരണ പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ പഞ്ചായത്തിലെ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഞാൻ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു അവസരം ലഭ്യമാവുകയാണെങ്കിൽ തുടർന്ന് എവിടെയാണോ മെമ്പറെ നിർത്തിയത് അവിടുന്ന് അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിന് ശുഭാപ്തി വിശ്വാസമുണ്ട്. അവിടുത്തെ 5ാം വാർഡിലെ ജനങ്ങൾ മുഴുവൻ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ജയിപ്പിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി UDFൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. CPMൻ്റെ അടിമവേലക്കാരായി തരം താഴ്ന്ന് CPIയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് അംഗത്വം രാജിവെച്ച് BJPയിൽ ചേർന്നതെന്ന് BJP സ്ഥാനാർത്ഥി ജോർജ് തച്ചമ്പാറ പറഞ്ഞു. പാർട്ടി നിർബന്ധത്തിനു വഴങ്ങിയാണ് വാർഡ് 4-ലെ മെമ്പറായിരുന്ന താൻ 5-ൽ സ്ഥാനാർത്ഥിയാകുന്നതെന്നും ജോർജ് പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷക്കാലമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പങ്കാളികളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. പക്ഷേ യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ CPMൻ്റെ
വെറും അടിമപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാണ് CPIക്കാർ ചെയ്യുന്നത് എന്നുള്ളത് ബോധ്യം എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് തന്നെ വർഷങ്ങളായി. ഇനി ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഉദ്ദേശിച്ചുകൊണ്ടു ഈ ഭരണസമിതിയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പല സമയങ്ങളിലും അവിശ്വാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ LDFനൊപ്പം തന്നെ നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഈ ഭരണസമിതിയോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് BJPയിൽ ചേർന്നത്. തച്ചമ്പാറ പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നൌഷാദ് ബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM മെമ്പറായിരുന്ന ജോസ് മരിച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ്. തച്ചമ്പാറ 5-ാം വാർഡ് മുണ്ടമ്പലത്ത് ജൂലൈ 30-നാണ് ഉപതിരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ നൌഷാദ് ബാബു UDF പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി വന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പത്രിക സമർപ്പിച്ചത്. തനിക്കൊപ്പം മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും BJP ആണെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതോടെ UDF മുന്നണി പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നും നൌഷാദ് ബാബു പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികളാണ്. നേരത്തെ BJP ആയിരുന്ന സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ 4-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ BJP ആയിട്ട് ഇപ്പോൾ മത്സരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ CPIയുടെ മെമ്പറായിരുന്ന ആളാണ്. ഇപ്രാവശ്യം എന്നോടൊപ്പം എതിർ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ, ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ്, ശശികുമാർ, PV കുര്യൻ, രാമചന്ദ്രൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയുടെ ആക്രമണം, വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ജഗദീഷിനാണ് പരിക്കേറ്റത്. ജഗദീഷിനെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കച്ചേരിപ്പറമ്പ് മേലേക്കളം 30 ഏക്കറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനെത്തിയതായിരുന്നു RRT സംഘം. ഇതിനിടെ ആന ആക്രമിക്കാൻ വന്നപ്പോൾ ചിതറിയോടുന്നതിനിടെയാണ് ജഗദീഷിന് പരിക്കേറ്റത്. വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയും സമരരംഗത്ത്. പ്രക്ഷോഭ പരിപാടികളുടെ പോസ്റ്റർ വെൽഫെയർ പാർട്ടി പുറത്തിറക്കി. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറത്തെ ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതിന് ശാശ്വത പരിഹാരമായാണ് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ്. ഈ ആവശ്യവുമായി വെൽഫെയർ പാർട്ടിയും സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭ പരിപാടികളുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാർ തടസ്സം എന്ന തലക്കെട്ടോടുകൂടിയാണ് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുന്നത്. 2010-ൽ ഭരണാനുമതി ലഭിക്കുകയും 10 കോടി അനുവദിച്ച് അലൈൻമെന്റ് തീരുമാനിക്കുകയും സർവേ പൂർത്തീകരിച്ചതുമാണ്. സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്തു. പദ്ധതി ഭരണകൂടത്തിന്റെ അവഗണന മൂലം നടപ്പിലാക്കാതെ കിടക്കുകയാണെന്ന് റസാഖ് പാലേരി ആരോപിച്ചു. പഠനവും ജോലിക്കുമടക്കം പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. ജില്ലാ സെക്രട്ടറിമാരായ ഖാദർ അങ്ങാടിപ്പുറം, ആരിഫ് ചുണ്ടയിൽ, മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് KP, മുഗീമുദ്ദീൻ CH, ദാനിഷ് മങ്കട, അഷ്റഫ് കുറുവ, സെയ്താലി വലമ്പൂർ, ഷിഹാബ് തിരൂർക്കാട്, സാബിറ തിരൂർക്കാട്, ജമാലുദ്ദീൻ മങ്കട തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രംഗത്ത്. പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവൃത്തികളിലാണ് ആരോപണം. ആറാട്ടുകുളം ഇക്കഴിഞ്ഞ മഴക്കാലത്ത് തകർന്നിരുന്നു. 4,73,000 രൂപയുടെ പ്രവൃത്തികൾ നടത്തി പണി പൂർത്തീകരിച്ച ആറാട്ടുകുളമാണ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും തകർന്നത്. ഇത് ഭരണസമിതിയും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായുള്ള വലിയ അഴിമതിയാണ്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് അധികാരികളും ചേർന്ന് നടത്തിയ ചർച്ചയിൽ പദ്ധതി പുനർനിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇത് പ്രതിഷേധാർഹമാണ് എന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജയകുമാർ പറഞ്ഞു. വിഷയത്തിൽ ഓംബുഡ്സ്മാന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ സ്ഥലം സന്ദർശിച്ചതായും ഇത് സംബന്ധിച്ച് 17 ചർച്ച നടത്തുമെന്നും തുടർ നടപടികൾ ആയില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജയകുമാർ പറഞ്ഞു. 20-ാം തീയതി
ഓംബുഡ്സ്മാൻ സിറ്റിങ്ങിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലുണ്ടായ ഓംബുഡ്സ്മാൻ സിറ്റിങ്ങിൽ കൊടുത്തൊരു പരാതിയാണ്. 1 വർഷമായി നമ്മൾ ഈ ആറാട്ടുകുളം പൊട്ടി വീണതിന് ശേഷം അതിന് യാതൊരു നടപടിയും പഞ്ചായത്തിന് ഉണ്ടായിട്ടില്ല. അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി കൊടുത്താണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് ഓംബുഡ്സ്മാൻ എത്തിയത്. ഉടനടി അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിയറിങ് 17-ാം തീയതി വെക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് ചെർപ്പളശ്ശേരി റോഡിനെയും തിരുവാഴിയോട് മണ്ണാർക്കാട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന എളുപ്പവഴിയായ മഹാത്മാ റോഡ് തകർച്ചാ ഭീഷണിയിൽ. മുണ്ടൂർ തൂത 4-വരിപ്പാത പണി തീർന്നപ്പോൾ സാധാരണ നിരപ്പിൽ നിന്നും റോഡ് ഉയരുകയും തുടർന്ന് KPSTP എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം 4-വരിപ്പാതയിൽ നിന്നും മഹാത്മാ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം മണ്ണിട്ട് ശരിയാക്കുകയും ചെയ്തിരുന്നു. ഈ ഭാഗമാണ് തകർന്നത്. ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രം, ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമാങ്ങോട് ALP സ്കൂൾ, വ്യാസവിദ്യാനികേതൻ എന്നിവിടങ്ങളിലേക്കുള്ള കുട്ടികളും വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത്. എന്നാൽ മംഗലാംകുന്നിൽ നിന്നും ശ്രീകൃഷ്ണപുരം സൊസൈറ്റി ജംഗ്ഷനിലേക്കുള്ള ചാത്തൻകുന്ന് റോഡ് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ 1 മാസം അടച്ചിട്ടിരിക്കുന്നത് കാരണം ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മുഴുവൻ മഹാത്മാ റോഡിലൂടെയാണ് പോകുന്നത്. മുണ്ടൂർ തൂത 4-വരിപ്പാതയിൽ നിന്നും ഇറങ്ങുന്ന ഭാഗം കാൽനട യാത്രക്കാർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ്. മഴക്കാലം കൂടിയായതോടെ ഈ ഭാഗം മാത്രമല്ല, കോൺക്രീറ്റ് ചെയ്ത റോഡ് മുഴുവൻ തകരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും ഇപ്പോഴുള്ള റോഡിന്റെ അവസ്ഥ താൽക്കാലികമായി പരിഹരിക്കുന്നതിനും തുടർന്ന് ഇവിടം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധി കൂടെ പോകുന്ന ശ്രീശ്വര ഹൈസ്കൂള്, പെരുമാങ്ങോട് സ്കൂള്, വ്യാസവിദ്യാനികേതൻ, അതിൽ കൂടുതൽ ഈ ശ്രീശ്വരൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള രോഗികളടക്കം സ്ഥിരമായി ഇതിൽ യാത്ര ചെയ്യുന്ന റോഡാണ് ഈ റോഡ്. മംഗലാകുന്ന് നിന്ന് ശ്രീശ്വരൻ ആശുപത്രിപ്പടിയിലേക്ക് പോകുന്ന ഈ റോഡ്. ഇത് ഇപ്പോൾ KSTPയുടെ റോഡ് പണി കാരണം അവിടെ ഈ റോഡിൽ നിന്ന് അതിലേക്കുള്ള എൻട്രൻസ് വളരെ ഉയർന്ന നിലയായി അവർ മണ്ണിട്ട് നേർത്തിയത് കാരണം ചെളി പിടിച്ച് ഇപ്പം യാത്ര ചെയ്യാൻ തീരെ പറ്റാതെ ഇരിക്കുകയാണ്. സൊസൈറ്റി പടിയിൽ നിന്ന് മംഗലാംകുന്ന് വരെയുള്ള ചാത്തകുന്ന് റോഡ് ഇപ്പോൾ 1 മാസമായി അടച്ചിട്ടതുകൊണ്ട് ഇതിലെ മുഴുവൻ വാഹന സഞ്ചാരം കാരണം ഇപ്പോൾ ഇതിലൂടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അടിയന്തിരമായി KSTP ഇടപെട്ടിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികളെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. തൃക്കടീരി ആറ്റാശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃക്കടീരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതയാത്ര സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃക്കടീരിയിൽ നിന്നും ആറ്റാശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃക്കടീരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതയാത്ര സംഘടിപ്പിച്ചത്. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകീറിയ ഭാഗങ്ങളിൽ കാര്യക്ഷമമായ രീതിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. ആറ്റാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച ദുരിതയാത്ര ചെർപ്പളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ജനത്തിരക്കേറിയ ഒരു റോഡാണ് തൃക്കടീരി ആറ്റാശ്ശേരി റോഡ്. തൃക്കടീരി ആറ്റാശ്ശേരി റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 കണക്കിന് ആളുകൾ, നമ്മുടെ മുന്നൂർക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുള്ള ഈ ആറ്റാശ്ശേരിയിലെയും വാടൂരിലെയും മുന്നൂർക്കോട്ടെയും ആളുകൾ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിലെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോഡ്. ഗർഭിണികളായ സഹോദരിമാർ, പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 3 ചക്ര വാഹനത്തിലും 2 ചക്ര വാഹനത്തിലും വളരെ പ്രയാസപ്പെട്ടു പോയി അപകടപ്പെടുന്നത് നിരന്തരം ഇവിടുത്തെ ആളുകൾ കണ്ടുമടുക്കുകയാണ്. ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിൻ്റെ പണിയുടെ പേര് പറഞ്ഞിട്ട് തൃക്കടീരിയിൽ നിന്നും ആറ്റാശ്ശേരിയിലേക്ക് കയറുന്ന ആ ഒരു പ്രദേശം നിങ്ങൾ ഈ വിഷ്വലിനെ അവർ കാണിച്ചു തരും. ആ ഒരു പ്രദേശത്ത് ഒരാവശ്യവുമില്ലാതെ ജലജീവൻ മിഷൻ്റെ ഒരു പൈപ്പ് ഇടാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യമില്ലാതെ തെമ്മാടിത്തരം കാട്ടി എന്ന് പറയാം. തൃക്കടീരിയിൽ നിന്നും ആറ്റാശ്ശേരി റോഡിന് കുത്തിപ്പൊളിച്ച് അവരങ്ങ് പോയി. ഞങ്ങൾ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് വർക്കെടുത്ത ജാസ്മിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ വർക്കിൻ്റെ ആളുകളെ
അവരെ നമ്മൾ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ പണി നിർത്തിപ്പോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസ് ഷൊർണൂരാണുള്ളത്. ആ ഷൊർണൂരിൽ പോയി ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും AXA ഉൾപ്പെടെയുള്ള ആളുകളെയും കണ്ട് അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലവും പരിശോധിച്ച് അവർ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ടർമാരെ വിളിച്ചു പറഞ്ഞ് ജലജീവൻ മിഷൻ്റെ അവിടുന്ന് 2 ലോഡ് മണ്ണിട്ടു എന്നല്ലാതെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് ഈ വിഷയത്തിൽ നിരന്തരമായി ഇടപെടുന്നില്ല. കൃത്യമായ പഞ്ചായത്ത് അതിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഈ വർക്കിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായിട്ട് സഹകരിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഇവർ കോട്ടപ്പുറം കൺവെർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ റോഡിന് ഒരു കൺവെർട്ട് തുറക്കുന്ന പാച്ച് വർക്ക് എടുത്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ മഴക്കാല സമയത്താണ് ആ വർക്ക് എടുക്കുന്നത്. ആ മഴക്കാലം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ വർക്ക് എടുത്ത പിറ്റേ ദിവസം തന്നെ ആ റോഡ് കുട്ടിപ്പൊളിഞ്ഞ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലാണ്. തൃക്കടീരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP പ്രകാശൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CP ജനാർദ്ദനൻ, CK ഹുസൈൻ, അലി അടയ്ക്കാപുത്തൂർ, ഹംസ, ഇന്ദു, ഷാജിമോൻ, റഹീം, വാപ്പുട്ടി, ജലീൽ കോട്ടപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. അവഗണനയുടെ നേർക്കാഴ്ചയായി തുടരുകയാണ് തൃക്കടീരി പഞ്ചായത്തിലെ 6ാം വാർഡിലൂടെ കടന്നുപോകുന്ന അങ്ങാടിപ്പാറ റോഡ്. കാലങ്ങളായി ശോചനീയാവസ്ഥ നിലനിൽക്കുന്ന റോഡാണിത്. തൃക്കടീരിയിലെ പ്രഥമ പഞ്ചായത്ത് റോഡാണ് 6ാം വാർഡിലെ അങ്ങാടിപ്പാറ റോഡ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാൽനടയാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് കാലങ്ങളായി. നിരവധി തവണ അധികാരികളെ ബന്ധപ്പെട്ടിട്ടും നന്നാക്കി നൽകാമെന്ന വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ഈ റോഡിനെ തേടിയെത്തിയില്ല. ഇത് കിഴൂർ ആദ്യത്തെ പഞ്ചായത്ത് റോഡാണ്. ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ ഇവിടെ BJPയുടെ മെമ്പറാണ് സെലക്ഷനായത്. അപ്പോൾ പഴയ പ്രസിഡൻറ്റും നാരായണൻകുട്ടിയും ഇവിടുത്തെ മെമ്പർ ലതിയൊക്കെ പാടെ മീറ്റിംഗ് കൂടി. അപ്പോൾ അവർ മാർക്കറ്റ് പാർട്ടി ജയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഈ റോഡ് നേരേക്ക് തരാറുണ്ട്. ഇതുവരെയും യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പഞ്ചായത്ത്. ഇപ്പോൾ രാജ്മാഷ് ഞാൻ പറഞ്ഞു, ഇവിടെ സ്കൂളിൽ ഹെഡ് മാഷുണ്ട്. അവർ മാതൃഭൂമിക്കാരോ സിറ്റി ചാനലരോ വന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് പബ്ലിസിറ്റി എങ്കിലും ആവട്ടെ റോഡിനെ പറ്റിയിട്ട്, പഞ്ചായത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞു. ഇവിടുത്തെ പഴയ BJPയുടെ മെമ്പർ രാജുവിനാണ്, അവനോടും വിളിച്ച് പറഞ്ഞു ഇതേമാതിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങളെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ ബ്ലോക്കായി, ഓട്ടോറിക്ഷ കയറില്ല. അപ്പോൾ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആദ്യം 2 ലോഡ് കൊണ്ടു. പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യണ പിന്നെ ഹസൻ ഒരു ലോഡ് കോറി വേസ്റ്റ് ഇട്ടു. അപ്പോൾ 3 ലോഡ് കോറി വേസ്റ്റ് ഇട്ടു. അത് നേരത്തും ചെയ്തിട്ടുണ്ട്. മഴ കനത്തതോടെ ചളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായി. തുടർന്ന് ഗത്യന്തരമില്ലാതെ നാട്ടുകാർ പിരിവിട്ടാണ് താൽക്കാലികമായി റോഡിൽ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷകൾ പോലും കടന്നുവരാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. തൃക്കടീരിയിലെ പ്രഥമ പഞ്ചായത്ത് റോഡായിട്ടും കൂടിയും ഈ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മഴ പെയ്താലാണ് അധികം. മഴ പെയ്യുമ്പോൾ വണ്ടിയൊന്നും വിളിച്ചാൽ ഒരിക്കലും വരാറില്ല, ഓട്ടോറിക്ഷ പോലും ഇറങ്ങാറില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ബന്ധുവിന് ഒരു കാറ് കൊണ്ടുവന്നിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് അത് എടുക്കാൻ പറ്റിയത്, വണ്ടി എടുക്കാൻ പറ്റിയത്. അത്രയും ബുദ്ധിമുട്ടാണ്. വയസ്സായ ആൾക്കാരുള്ള വീട്ടിലൊക്കെ അവർക്കൊക്കെ വാഹനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇല്ല, സ്കൂൾ വാഹനം വരുന്നില്ല. സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. മഴയൊക്കെ പെയ്താൽ ഭയങ്കര ചളിയായിട്ട് ഭയങ്കര കഷ്ടമാണ്. 31ാമത് SSF അലനല്ലൂർ ഡിവിഷൻ സാഹിത്യോത്സവ് നാളെ കുലുക്കിലിയാട് ബഹാറെ ബത്താനിയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 7 വിഭാഗങ്ങളിലായി 130-ൽ പരം ഇനങ്ങളിൽ 600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഫാമിലി സാഹിത്യോത്സവോടെ ആരംഭിച്ച് ബ്ലോക്ക്, യൂണിറ്റ്, സെക്ടർ ഘട്ടങ്ങളിലെ മത്സരങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് 5ാം ഘട്ടമായി ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്നത്. അലനല്ലൂർ, കരിമ്പുഴ, കൊമ്പം, കോട്ടോപ്പാടം, അമ്പാഴക്കോട്, തച്ചനാട്ടുകര എന്നീ 6 സെക്ടറുകളിൽ വിജയികളായവരാണ് ഡിവിഷൻ സാഹിത്യോത്സവിൽ മത്സരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ആരംഭിക്കുന്ന പരിപാടി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ PJ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പലസ്തീനിൻ്റെയും
അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടുക എന്നത് സാഹിത്യോത്സവിൻ്റെ ഒരു മുഖ്യ അജണ്ടയാണ്. ഇന്ന് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, അതുപോലെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചാ സെഷനുകൾ സാഹിത്യോത്സവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ കെ ഉസ്മാൻ സക്കാഫി കുലുക്കിലിയാട് അധ്യക്ഷത വഹിക്കും. KTDC ചെയർമാൻ PK ശശി, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് അഷ്റഫ് പുനത്ത് എന്നിവർ മുഖ്യാതിഥികളാകും. കുടിയിറക്കപ്പെട്ട മനുഷ്യരുടെ കഥ എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ മുൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് ഊട്ടി, മാപ്പിള കലാ ഗവേഷകൻ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ ഹിക്മി, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോവിൽക്കളത്തിൽ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ എന്നിവർ പങ്കെടുക്കും. ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി ആത്മീയ സംഗമം, പ്രവർത്തക സംഗമം, ഫാമിലി മീറ്റ് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന സെക്രട്ടറി ജാബിർ നെരോത്ത് സന്ദേശ പ്രഭാഷണം നിർവഹിക്കും. അപ്പീലുകൾക്ക് ഇടവരുത്താതെ സുതാര്യമായ വിധി നിർണയത്തോടെയുള്ള സാഹിത്യോത്സവമായിരിക്കും നടക്കുക. അപ്പീലുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാത്ത ഒരു വിധി നിർണയം നടക്കുന്ന ഒരു സാഹിത്യോത്സവമാണ്. കാരണം തോറ്റവനും ജയിച്ചവരുമെല്ലാം വളരെ അത്യാഹ്ലാദത്തോടെ ദൈവത്തിന് സ്തുതി പറയുന്ന ഒരു കലോത്സവമായിരിക്കും. കാരണം നാട്ടുകാർക്ക് ഒരു മാതൃകയാവുന്ന ഒരു കലോത്സവ പരിപാടിയാണ് SSF ഇതേവരെ നടന്നിട്ടുള്ളതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും. സ്വാഗത സംഘം കൺവീനർ ഹംസ കാവുണ്ട, SSF അലനല്ലൂർ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് റാഫി സക്കാഫി, സെക്രട്ടറി മുഹമ്മദ് ഫായിസ് റഷാദി, ഹനീഫ കുലിക്കിലിയാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സ്മാർട്ട് ചാമപ്പറമ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചാമപ്പറമ്പ് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KPM സലീം തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡിലെ മുഴുവൻ വീട്ടുകാർക്കും പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുള്ള മാവ്, പ്ലാവ്, സപ്പോട്ട, പേര, ചാമ്പ, കുടംപുളി, വാഴ, തെങ്ങ്, കമുക് തുടങ്ങിയവയുടെ തൈകളാണ് വിതരണം ചെയ്തത്. വാർഡംഗവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KPM സലീം തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ഇന്ന് ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ തൈകളാണ് വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ സഹകരണത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് വ്യാപകമായി നമ്മുടെ ഹരിത ഗ്രാമം എന്ന ഒരു പദ്ധതിയിലൂടെ തച്ചനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ കൂടാതെ മറ്റ് വാർഡുകളിലും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമായുള്ള തൈകൾ വിതരണം ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി തൈകൾ വിതരണം ചെയ്യുന്നത്. 4 ലക്ഷം രൂപയുടെ തൈകൾ വാർഡിൽ വിതരണം ചെയ്തു. വിഒമാരായ അജിത്ത്, ശരണ്യ, EK റഷീദ്, EK അസ്കർ, MK രാമകൃഷ്ണൻ, മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മേഖലയുടെ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ മഹോത്സവം വിവിധ പരിപാടികളോടെ ഒറ്റപ്പാലം വേട്ടേക്കരൻ കാവിൽ വെച്ച് നടന്നു. അഖില ഭാരത നാരായണീയ ജോയിന്റ് സെക്രട്ടറി AC ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത നാരായണീയ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഒറ്റപ്പാലം മേഖലയുടെ നേതൃത്വത്തിൽ സാന്ദ്രാനന്ദം 2024 ഏകാഹ നാരായണീയ മഹോത്സവം വിവിധ പരിപാടികളോടെ ഒറ്റപ്പാലം വേട്ടേക്കരൻ കാവിൽ വെച്ച് നടന്നത്. അഖില ഭാരത നാരായണീയ മഹോത്സവം സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC ചെന്താമരാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ നാരായണീയ പാരായണം, തിരുവാതിരക്കളി, ഗോപികാ നൃത്തം, ഭക്തി പ്രഭാഷണം തുടങ്ങിയ പരിപാടികളും നടന്നു. ഗോപിനാഥൻ ആമിയൂർ അധ്യക്ഷനായി. ജ്യോതി പാർവതി, VP രവീന്ദ്രൻ, വേണുഗോപാൽ കണയം, മോഹൻദാസ് ചോറോട്ടൂർ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാലയിൽ വായന പക്ഷാചരണ സമാപനവും ഇടിബിയ എഴുത്തുകാരുടെ സംഗമവും നടന്നു. പ്രശസ്ത കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗവുമായ രാജേഷ് മേനോൻ സംഗമം ഉദ്ഘാടനം ചെയ്തു.
സാഹചര്യങ്ങളോട് സമരസപ്പെട്ട് ജീവിക്കുകയല്ല, പ്രതിബന്ധങ്ങളോട് സമരപ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടതെന്ന് രാജേഷ് മേനോൻ അഭിപ്രായപ്പെട്ടു. കവി സ്വപ്ന എം മുഖ്യാതിഥിയായിരുന്നു. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഹരിശങ്കർ മൂന്നൂർക്കോട് അധ്യക്ഷനായി. രാംമോഹൻ, രാജു കരിമ്പുഴ, സെയ്തലവി മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, വിനോദൻ മാസ്റ്റർ, കുട്ടികൃഷ്ണൻ CK, ഉഷ രവീന്ദ്രൻ, മഞ്ജുഷ KM എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ പിള്ള, സുരേഷ് കയ്യള, മേഴ്സി ഷാജു, സംഗീത ജേസൺ, മണികണ്ഠൻ പട്ടിശ്ശേരി, മണ്ണൂർ മുരളി, അൽ ഹസീൻ, ശശികല കുറ്റാനിശ്ശേരി, സ്മിത കുറ്റാനിശ്ശേരി, കോമള രാമചന്ദ്രൻ, ലിയ മുഹമ്മദ്, അനുഗ്രഹ, രഞ്ജിനി, മഞ്ജുള, ഗീത, രുക്മിണി, വിദ്യാധരൻ, സിനി, പാവന, അക്ഷയ, രേഖാപ്രകാശ് എന്നിവർ കവിതകളും കഥകളും അവതരിപ്പിച്ചു. SSLC, +2 വിജയികൾക്കുള്ള ഉപഹാരങ്ങളും നൽകി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ മാസം 13 മുതൽ 15 വരെ നടക്കുന്ന സംസ്ഥാന സുബ്രതോ ഫുട്ബോൾ മത്സരത്തെ വരവേൽക്കാൻ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ അണിചേർന്ന് ഷൂട്ടൌട്ട് മത്സരം നടത്തി. ശ്രീകൃഷ്ണപുരം സർക്കിൾ ഇൻസ്പെക്ടർ നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെ ഗോളടിക്കാം, സുബ്രതോയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി വിവിധ സന്നദ്ധ സംഘടനകൾ പങ്കെടുത്ത ഷൂട്ടൌട്ട് പ്രോഗ്രാമിൽ സ്കൂൾ PT പ്രസിഡന്റ് M മുരളീധരൻ അധ്യക്ഷനായി. ഉപജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ MB അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ P, കായികാധ്യാപകൻ റോഷൻ PR, മോഹനകൃഷ്ണൻ PG, സന്തോഷ് PR, സത്യനാരായണൻ KB, ബിജു കൃഷ്ണൻ B, സിബിമോൾ, രത്നകുമാരി K, ഷംസുദ്ദീൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വ്യക്തി ശുചിത്വം അല്ലേ, പരിസര ശുചിത്വം, ആഹാരം, ഈ മൂന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ അത് നടക്കുന്ന ഒരു ഇതുമാണ്. ഒരു 500 അതിലുള്ള പിള്ളേർ സംഘടനത്തിൽ 10-15 ആൾ നമ്മൾ ഫുൾ ടൈമുള്ള ആളുകളായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ടതുണ്ട് ഈ 3 ദിവസം. അപ്പോൾ അതിൽ ആഹാര സംബന്ധമായ കാര്യം പറയുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം, നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ തറവാണ് പറയുമ്പോൾ, പക്ഷേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒട്ടനവധി വയറിളക്ക രോഗങ്ങൾ സംബന്ധമായിട്ടുള്ള നിരവധി ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരം മികച്ചതാണ് എന്നുള്ളത് സ്വയം ഉറപ്പുവരുത്തിയിട്ട് ചെയ്യണം. വേറെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 21 ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണ വിതരണം നടത്തിയത്. 2,53,929 രൂപ വകയിരുത്തിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം നടത്തിയത്. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് M സുകുമാരൻ അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ ചിത്ര ഭാസ്കരൻ ഭിന്നശേഷി ഉപകരണ വിതരണത്തിന്റെ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഗിരിജ, മെമ്പർമാരായ MK ദ്വാരകനാഥൻ, KK ലിനി, രാജേശ്വരി, ജയശ്രീ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിത്ത് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കാരണം ഉപകരണങ്ങൾ ആവശ്യമായവരെ മാത്രം 21 പേർക്കാണ് ആവശ്യം കണ്ടെത്തിയത്. അപ്പൊ 21 പേർക്കാണ് ഇന്ന് നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൽ 2 പേർക്ക് 2 പേർക്ക് ഇനി സാധനങ്ങൾ വരാണ്ട്, പിന്നെ ഒരാൾക്ക് തന്നെ വന്ന നമ്മുടെ സൈക്ലിങ്ങില് 2 പാർട്സും കൂടി വരാണ്ട്. അത് അവർ വെക്കാൻ മറന്നതാണ്. എന്തായാലും അത് ആ വീട്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഭിന്നശേഷി ഡയറക്ടറി രൂപീകരിച്ചിട്ടുണ്ട്. കാരണം ഓരോ ഭിന്നശേഷി കുടുംബത്തിനും ആവശ്യമായ പരിചരണം എന്തൊക്കെയാണെന്ന് ഡയറക്ടറിയിൽ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രോജക്റ്റുകൾ വെച്ച് നമ്മൾ നടപ്പിലാക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ADA KV ശ്രീജ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ റിൻസി ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത് അലി, K അനസ്, സെമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ വിജിത ടീച്ചർ, ഖദീജ കാസിം, രജിത ടീച്ചർ, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ MT കൃഷ്ണദാസ്, അക്കൗണ്ടന്റ് KP വൈശാഖ് എന്നിവർ സംസാരിച്ചു. 200 ദിവസമാണ് തൊഴിൽ ദിനം എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരുടെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളൂ, അല്ലെങ്കിൽ ജില്ലയിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് നമ്മളാണ്. അപ്പൊ നിങ്ങൾക്ക് തൊഴിലുണ്ടാക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാക്കുക എന്നതും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് വൃത്തിയും വെടുപ്പുമുള്ളതാക്കുക എന്നുള്ളതും, മണ്ണൊലിപ്പ് തടയുക, ജലസംഭരണികൾ ഉണ്ടാക്കുക എന്നുള്ളതുമൊക്കെ
ഈ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെർപ്പളശ്ശേരി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറുന്നു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം അവിട്ടം ടവറിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തന മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മണ്ണാർക്കാട് ആസ്ഥാനമാക്കി പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ചെറുപ്പളശ്ശേരി ശാഖയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത്. ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം അവിട്ടൻ ടവറിൽ ആരംഭിക്കുന്ന പുതിയ ബ്രാഞ്ച് ജൂലൈ 12 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മദ്ദള കലാകാരൻ ചെറുപ്പളശ്ശേരി ശിവൻ, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപ്പുത്തൂർ തുടങ്ങിയവരെ ആദരിക്കുമെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷത്തോളമായി മണ്ണാർക്കാട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന, അല്ലെങ്കിൽ പാലക്കാട്, മലപ്പുറം ജില്ലയിൽ സജീവ സാന്നിധ്യമായിരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ച് ഞങ്ങൾ ചെർപ്പളശ്ശേരി ഏകദേശം ഇത് 3ാമത്തെ വർഷമാണ്. അപ്പോൾ ചെർപ്പളശ്ശേരിയിൽ ഇത് ഇപ്പോഴുള്ള ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് പുത്തനാൽക്കൽ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിനടുത്താണ്. അപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇടപാടുകാരുടെയും കുറച്ച് കൂടുതൽ സൗകര്യാർത്ഥം ഞങ്ങൾ പുതിയ ബ്രാഞ്ച് ചെർപ്പളശ്ശേരിയുടെ ഹൃദയഭാഗത്ത്, അതായത് ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ട് അവിട്ടം ടവറിൽ ഈ വരുന്ന 12-ാം തീയതി, ജൂലൈ 12-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വ്യാപാര, സാംസ്കാരിക മേഖലയിൽ എല്ലാവരും, ജനപ്രതിനിധികൾ അടക്കം എല്ലാവരും ഈ ചടങ്ങിൽ, പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വേളയിലേക്ക് എല്ലാവരെയും ആർദ്രവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമുക്കറിയാം, ചെർപ്പളശ്ശേരി എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്കും കച്ചവട മേഖലയ്ക്കും അല്ലെങ്കിൽ വ്യാപാര മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ നല്ല സ്കീമുകളാണ് UGS അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെർപ്പളശ്ശേരിക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടേറെ നല്ല പദ്ധതികൾ ചെറുപ്പശ്ശേരിക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ ലളിതമായ പ്രക്രിയകളിലൂടെ നടപ്പിലാക്കിയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടിയത്. കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന നിരവധി പുതിയ സ്കീമുകളാണ് UGSൽ സാധാരണക്കാർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, PRO ശ്യാംകുമാർ K, ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി, സെയിൽസ് മാനേജർ ശാസ്തപ്രസാദ്, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി, ചെറുപ്പളശ്ശേരി ബ്രാഞ്ച് മാനേജർ അഫ്സൽ NP, ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്. പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കന്നുകാലി വ്യാപാരിക്ക് വെട്ടേറ്റു. തമിഴ്നാട് സ്വദേശി പത്മനാഭനാണ് വെട്ടേറ്റത്. ഒറ്റപ്പാലം തൃക്കടീരി കീഴൂരിൽ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയത് ചോദ്യം ചെയ്തതിന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. സാമൂഹ്യ സേവനത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ യങ് ഇന്ത്യ യൂത്ത് സംഗമങ്ങൾ. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം സംഗമം സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തീരമണഞ്ഞ ആദ്യ ചരക്ക് കപ്പലിൽ ഒറ്റപ്പാലം വാണിയംകുളം സ്വദേശിയായ മലയാളി ജീവനക്കാരനും അഭിമാനം പങ്കിട്ട് പ്രജീഷിന്റെ കുടുംബം. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. പെരിന്തൽമണ്ണയിൽ ജോയിന്റ് RTOയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു.
മണ്ണാർക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മാറിയവരെ സ്ഥാനാർത്ഥികളായി LDFും BJPയും രംഗത്തിറക്കി. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.